നേതാക്കന്മാർക്ക് ആർക്കും തല്ലുകൊള്ളുകയില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാജ്യസഭാ മെമ്പർ സഖാവ് ഡബിള റഹീം SFIക്കാരുടെ മുമ്പിൽ ഇതുപോലെ വലിയ പ്രകോപനപരമായ പ്രസംഗം നടത്തി. പോലീസ് ലാത്തി വീശി ഇപ്പോൾ റഹീമിന്റെ പൊടി പോലും കണ്ടില്ല. അദ്ദേഹം ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പുള്ളി ഇത്ര നാളിൽ ഉട്ടാപ്പി എന്ന് വിളിച്ചിരുന്നത്, പുള്ളി സത്യത്തിൽ ഒരു മായാവിയാണ്, പെട്ടെന്ന് മാഞ്ഞുപോയി. അല്ല, ശിവേട്ടൻ പണ്ടാറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. എന്ത് സേവനത്തിനാണ് വീണയും കമ്പനിയും 2.78 കോടി രൂപ കൈപ്പറ്റിയത്? ഒരു പ്രൊജക്ട് റിപ്പോർട്ടോ സോഫ്റ്റ്വെയർ ഔട്ട്പുട്ടോ പോലെ ഒരു രേഖയും സമർപ്പിക്കാൻ വീണയ്ക്ക് ആകാത്തത് എന്തുകൊണ്ട്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നിയമപരമായിട്ട് നമുക്കറിയാം, എൻഫോഴ്സ്മെന്റുകാരെ വഴിയിൽ തടഞ്ഞിട്ടൊന്നും ആർക്കും കേസ് ജയിക്കാൻ പറ്റുകയില്ല. അവര് രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുള്ളത്. 12 കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച പുലർച്ചെ കോഴി പോകുന്നതിന് മുമ്പ് തന്നെ പരിശോധന തുടങ്ങി. അതിന്റെ അർത്ഥം എന്താ? അവരെ മുൻകൂട്ടി തയ്യാറായിരിക്കും, വിധി വരലും പ്രവർത്തിച്ചു തുടങ്ങി. അപ്പൊ അത്രയും സുസജ്ജമായിട്ടുള്ള ഒരു ഏജൻസിയോടാണ് നമ്മുടെ ഇവിടുത്തെ സഖാക്കൾ വഴിയിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കിയാൽ എൻഫോഴ്സ്മെന്റുകാർ പേടിച്ച് മാളത്തിന് ഒളിക്കുമെന്നോ അല്ലെങ്കിൽ ഇവരുടെ തിണ്ണമെടുക്ക് കണ്ട് ഡൽഹിക്ക് വിമാനം കയറുമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതിനേക്കാളൊക്കെ കൊമ്പന്മാരെ പൂട്ടിയിട്ടുള്ള സംവിധാനമാണ് എൻഫോഴ്സ്മെന്റ്. ഇവിടുത്തെ വിഷയം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായതുകൊണ്ടാണല്ലോ സഖാക്കൾ വഴിയിലൊന്ന് സമരം. ഇപ്പൊ CPM-കാരും CPM പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളും പറയുന്ന ഒരു കാര്യം, അവർ അവകാശപ്പെടുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. ഇവരുടെ പ്രതിച്ഛായക്കും മുഖച്ഛായക്കും വലിയ ക്ഷീണം പറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പിണറായി സഖാവ് പല തെരഞ്ഞെടുപ്പുകളായി 11 തവണ തോറ്റ ശേഷം എബ്രഹാം അമേരിക്കൻ പ്രസിഡന്റായത്. പക്ഷേ അതിത്ര നാറിയ പരാജയമല്ലായിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും പൊതുവെ ഉയർന്നു വരുന്ന വികാരം എന്താ വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ ഒരാളുടെ കൊണ്ടുവരായ്മ കൊണ്ടാണ് പാർട്ടി തോറ്റുപോയത്. പുള്ളിയുടെ അഹങ്കാരം, ധാർഷ്ട്യം, ധിക്കാരം, ജനങ്ങളോടുള്ള മോശം പെരുമാറ്റം, വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള മറുപടികൾ എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഏതായാലും ഇങ്ങനൊരു അഭിപ്രായം ശക്തമായി നിന്ന സമയത്താണ് ഇവിടെ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ഉണ്ടായത്. അതോടുകൂടി പാർട്ടിയുടെ അണികളും അനുഭാവികളും അനുയായികളും സഹയാത്രികരും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുകളും എല്ലാവരും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തൂത്തുമാറ്റി ഒറ്റക്കെട്ടായി. അങ്ങനെ പാർട്ടി വീണ്ടും സമരസജ്ജമായി എന്നാണ് ഇവര് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കാരുടെ പല സാഹചര്യങ്ങളുണ്ട്. ഒരു സാഹചര്യം കൊണ്ട് മാത്രമല്ല തോറ്റ. അതിൽ ഒരു പ്രധാനമായ സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ട് ഉയർന്നു വന്ന ഈ മാസപ്പടി കേസാണ്. അങ്ങനെ പറയരുത്. കേരളത്തിലെ എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ, EMS നമ്പൂതിരിപ്പാടനായിട്ട്, അച്യുതമേനുണ്ടായിട്ട്, അത് കഴിഞ്ഞ് PK വാസുദേവൻ നായരുണ്ടായിട്ട്, സഖാവ് EK നായനാർ 3 തവണ മുഖ്യമന്ത്രി, പിന്നെ VS അച്യുതാനന്ദൻ, ഇത്തരം പേരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നു. ഇവരുടെ ആരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റുകാർ വന്നിട്ടില്ല. അവരുടെ ആരുടെ മക്കൾ മാസപ്പടി വാങ്ങിച്ചു എന്നൊരു ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. ഏറ്റവും രാഷ്ട്രീയ വിരോധമുള്ള ആളുകൾ പോലും ഉന്നയിച്ചിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടുണ്ടായില്ല, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടുണ്ടായി എന്നാലോചിക്കട്ടെ. അതൊന്നും എനിക്കറിയാൻ മേല. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ എന്തുമാത്രം നേതാക്കന്മാർ വേറെ ഉണ്ട്. തോമസ് ഐസക്കിന്റെ വീട്ടിൽ ED വന്നു, MA ബേയുടെ വീട്ടിൽ വന്നു, G സുധാകരന്റെ വീട്ടിൽ വന്നു, ആരുടെങ്കിലും വീട്ടിൽ വന്നു. പിന്നെ വന്നത് നമ്മുടെ മൊയ്തീൻ മുതലായ കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വീട്ടിൽ വന്നു. ഇനി ഒരു പക്ഷേ ശബരിമല കേസുമായി ബന്ധപ്പെട്ടും കുറച്ചു പേരുടെയൊക്കെ വീട്ടിൽ വന്നേക്കാം. അപ്പൊ ഈ ഒരു ഘടകം തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരുന്നു. CPM-ന്റെ പരാജയത്തിലേക്ക് നയിച്ച, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭൂരിപക്ഷം കുത്തനെ കുറയാൻ ഇടയാക്കിയ പല ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ വീണ തൈക്കണ്ടിയുടെ മാസപ്പടി കേസായിരുന്നു. ഞാനിത് വിശ്വസിക്കില്ല. കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇയാൾ ആജ്ഞാപിച്ചാലുടനനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാരൻ. അപ്പൊ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത്. അതിന് ഈ അവരവന്റെ മുഖം ചീത്തതിന് കണ്ണാടി തല്ലി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? കുറെ SFIക്കാരെ, DYFIക്കാരെ, CITUക്കാരെയൊക്കെ വഴിയിറക്കി അവരെ തല്ലി പഠിച്ചു കൊടുക്കാന്നല്ലാണ്ട് വല്ല പ്രയോജനമുണ്ടോ? സഖാവ് സ്വരാജിന്റെ പ്രസംഗം ഞാൻ കേട്ടു. ശുക്രിയ. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇന്ത്യയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ മനോരമയ്ക്ക് മറ്റു ചിലർക്കും ഹൃദയവേദനയുണ്ടായ വാഹനത്തിന്റെ ചില്ലുപൊട്ടിയ സംഭവം തിരുവനന്തപുരത്താണ് ഉണ്ടായത്. ഇതൊരു അക്രമമേ അല്ല.
ഉടനെ ഉണ്ടാകുന്ന ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. പക്ഷെ അത് കാണുമ്പോഴേക്ക് ആക്രമിച്ചു എന്നൊന്നും വലിയ വായിൽ പറയരുത്. അതെ നാണയമൊന്നുമില്ല ചേട്ടാ. കണ്ണിൽ തറച്ച ചില്ലുമായി പ്രാണരക്ഷാർത്ഥം വാഹനം ഓടിച്ച് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കയറിയതുകൊണ്ടാണ് ആ ഡ്രൈവർ വീഡിയോ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടത്. അതിനെയാണ് ഞങ്ങളുടെ അക്രമം ഇങ്ങനെയല്ല, ഇതൊരു ഔദാര്യമാണെന്ന് ഒരു മടിയുമില്ലാതെ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുന്നു. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങൾ? പോയി അവിടെ. അല്ല, അദ്ദേഹം പറഞ്ഞതിൽ വലിയൊരു സത്യമുണ്ട്. കാരണം വെച്ചാൽ CPM-ന്റെ അക്രമം എന്ന് വെച്ചാൽ ഈ രീതിയിലൊന്നും അല്ല. സുരേഷ് അറിയാൻ പാടില്ലാത്തതുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിന്റെ അകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. 4 പേരെ അതിൻ്റെ അകത്ത് വെന്തു മരിച്ചു. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, പൊള്ളലേറ്റു. അതൊക്കെയാണ് CPM-ന്റെ ഒരു സാധാരണ അവരുടെ ഒരു നിലവാരത്തിലുള്ള അക്രമം എന്ന് പറയുന്നത്. അതുപോലെ പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്നു. ഒരാളെ കൊല്ലാനാണെങ്കിൽ 51 വെട്ടിന്റെ ആവശ്യമില്ല, 1-2 വെട്ടിന്റെ ആവശ്യം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാളുടെ മുഖത്ത് മാത്രം 51 വെട്ട് വെട്ടിയത് എന്ന് ചോദിച്ചാൽ അതാണ് CPM-ന്റെ ഒരു സ്റ്റൈൽ, അതാണ് പാർട്ടിയുടെ ഒരു സാധാരണ രീതി. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ നടന്ന അക്രമം ഒരു അക്രമമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. സ്വരാജ് പറഞ്ഞത് ശരിയാണ്. പാർട്ടിയുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. അതുപോലും പാർട്ടിക്ക് ഒരു അക്രമമായിട്ട് തോന്നുന്നില്ല. അതൊക്കെ സമാധാന പ്രവർത്തനമാണ്. CPM-കാർ ചെയ്യുന്നതൊക്കെ സമാധാനപരമാണ്. CH മുഹമ്മദ് കോയ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബസ് കത്തിക്കൽ സംഭവം ഉണ്ടായ സമയത്ത് നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് CPM-കാർ വളരെ സമാധാനപരമായിട്ട് പോലീസിനെ കല്ലെറിയുകയും സമാധാനപരമായിട്ട് ആളുകളുടെ മുഖത്ത് ആസിഡ് ബൾബ് ഒഴിക്കുകയും സമാധാനപരമായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് അള്ളു വയ്ക്കുകയും ചെയ്യുമ്പോൾ പോലീസുകാർ സമാധാനപരമായിട്ട് ലാത്തി വീശി അതിൽ ചിലർക്ക് പരിക്ക് വെച്ചു എന്നതാണ്. അപ്പൊ ആ രീതിയിലുള്ള സമാധാന പ്രവർത്തനത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അവർ അള്ളു വയ്ക്കുന്നത് സമാധാനമാണ്, അവർ ആസിഡ് ബൾബ് ഒഴിക്കുന്നത് എറിയുന്നത് സമാധാനമാണ്, അവർ കത്തിക്കുത്ത് നടത്തുന്നത് സമാധാനമാണ്, അവർ 51 വെട്ടുവിട്ടുന്നത് അവർക്ക് സമാധാനമാണ്. നമുക്ക് ചെറിയ അസമാധാനം തോന്നും, അത്രേ ഉള്ളൂ. വെറുതെ വഴി നടക്കുന്ന കുറെ ചെറുപ്പക്കാരെ റോട്ടിലിറക്കി തല്ലുകൊള്ളിക്കാനുള്ള പരിപാടിയുടെ തുടക്കമാണിത്. നേതാക്കന്മാർക്ക് ആർക്കും തല്ലുകൊള്ളുകയില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാജ്യസഭാ മെമ്പർ സഖാവ് ഡബിള റഹീം SFI-കാരുടെ മുമ്പിൽ ഇതുപോലെ വലിയ പ്രകോപനപരമായ പ്രസംഗം നടത്തി. പോലീസ് ലാത്തി വീശി ഇപ്പോൾ റഹീമിന്റെ പൊടി പോലും കണ്ടില്ല. അദ്ദേഹം ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പുള്ളി ഇത്ര നാളിൽ ലുട്ടാപ്പിന്ന് വിളിച്ചിരുന്നു. പുള്ളി സത്യത്തിൽ ഒരു മായാവിയാണ്, പെട്ടെന്ന് മാഞ്ഞുപോയി. അടി കഴിഞ്ഞപ്പോൾ പുള്ളി കൃത്യമായിട്ട് രംഗത്ത് വരികയും വീണ്ടും വലിയ വീരവാദം പറയുകയും. ഇതാണ് സഖാക്കൻ നേതാക്കന്മാരുടെ രീതി. നാട്ടുകാരുടെ കാര്യം വലിയ കഷ്ടപ്പാടാണ്. പാവപ്പെട്ടവര് ആ തല്ലുകൊണ്ട് അവരുടെ പുറം പൊളിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി 5 കൊല്ലത്തേക്ക് ഇതായിരിക്കും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.